നമസ്കാരം. തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഔട്ട്ഫ്ലോ, ട്രേഡ് അൺസർട്ടനിറ്റീസ്, നെഗറ്റീവ് ഗ്ലോബൽ ക്യൂസ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ്, സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് എന്നിവയിൽ 1.65%, 1.75% ഇടിഞ്ഞു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് 4% ഇടിഞ്ഞു. JSW സ്റ്റീൽ 2.87% ഇടിഞ്ഞു. ONGC 2.71% ഇടിഞ്ഞു. ജിയോ ഫിനാൻഷ്യൽ സർവീസ് 2.7%, അദാനി എൻ്റർപ്രൈസസ് 2.4% ഇടിഞ്ഞു. ഭാരത് ഇലക്ട്രോണിക്സ് 0.63%, ICICI ബാങ്ക് 0.62%, SBI ലൈഫ് 0.5%, അദാനി പോർട്ട് 0.5% ഉയർന്ന് ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് ഒട്ടുമിക്ക സെക്ടറുകളിലും ഹെവി സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. മെറ്റൽ ഇൻഡെക്സ് 3.25% ഇടിഞ്ഞപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് 2.4% ഇടിയുകയും PSU ബാങ്ക് 1.5%, നിഫ്റ്റി IT 1.45% ഇടിഞ്ഞു. റിയാലിറ്റി ഇൻഡെക്സ് 1.27%, ഓട്ടോ ഇൻഡെക്സ് 1.02% ഇടിഞ്ഞു. മെറ്റൽ ഇൻഡെക്സ് കൂടി ഇടിഞ്ഞ സ്ഥിതിക്ക് മാർക്കറ്റിൻ്റെ ഓവറാൾ സെൻറ്റിമെൻറ്റും ബിയറിഷ് സൈഡിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം, ഇന്ത്യ ഉൾപ്പെടെയുള്ള റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ 500% താരിഫ് ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പവർ നൽകുന്ന രീതിയിലുള്ള ഒരു ബില്ല് ഇന്ന് അമേരിക്കൻ പാർലമെൻറ്റിൽ പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം. ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ ആകമാനം പ്രതിഫലിച്ചു. ജപ്പാൻ്റെ ഇൻഡെക്സ് 1.3%, ചൈനയുടെ ഇൻഡെക്സ് 0.1%, ഹോങ്കോങ്ങിൻ്റെ ഇൻഡെക്സ് 1.5% ഇടിഞ്ഞു. ഈ ബില്ല് പ്രധാനമായും ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കാരണം റഷ്യയിൽ നിന്നും ഏറ്റവും അധികം ക്രൂഡ് ഈ 3 രാജ്യങ്ങളാണ് വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുടനീളം ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു. 1527 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2889 കോടിയുടെ ബൈയിങ് നടത്തി. കൂടാതെ ഇന്ത്യ വിക്സ് 10.84% ഉയർന്ന് 8.94% എത്തുകയും ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിനെ അസ്ഥിരപ്പെടുത്തുന്ന രണ്ടാമത്തെ പ്രധാന അപ്ഡേറ്റ്, ഗ്രീൻലാൻഡ് അമേരിക്ക കയ്യേറാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പുറത്തു വരുന്ന അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ദേശമാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് അമേരിക്ക ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒഫീഷ്യൽ ചർച്ചകൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. ഇവിടെ ഡെൻമാർക്ക് ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതൊരു മിലിറ്ററി ആക്ഷനിലേക്ക് നീങ്ങുമോ എന്ന രീതിയിലുള്ള ആശങ്ക ഗ്ലോബൽ മാർക്കറ്റിലുടനീളം പ്രകടമാണ്. അതും ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും സെൻറ്റിമെൻറ്റ് ബിയറിഷായി നിലനിർത്തുന്നുണ്ട്. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ബിയറിഷായി നിലനിൽക്കുന്നതുകൊണ്ട് വരും സമയങ്ങളിലും റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റോ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് 1% താഴെ മാർക്കറ്റ് ഇടിയുകയും തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിൽ നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 25,880 എന്ന സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട്. 25,850 എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടമായാൽ 25,600, 25,700 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 21 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് തുടങ്ങിയ റേഞ്ചുകൾക്ക് താഴെ നിഫ്റ്റി എത്തിയിട്ടുണ്ട്. ഇവിടെ 26,000 മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ഈ Q3 റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള ഒരു സെക്ടറായി വിലയിരുത്തുന്നത് ഓട്ടോമൊബൈൽ സെക്ടറാണ്. മോത്തിലാൽ ഒസ്വാൾ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഐഷർ മോട്ടോർ, മാരുതി, ഹ്യുണ്ടായി തുടങ്ങിയ കമ്പനികൾ ഈ Q3 റിസൾട്ട് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയേക്കും. JLRൻ്റെ പെർഫോമൻസ് ഇയർ ഓൺ ഇയറിൽ 27% പ്രോഫിറ്റിൽ വളർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹ്യുണ്ടായി മോട്ടോഴ്സ്, TVS മോട്ടോർ തുടങ്ങിയ കമ്പനികളും മികച്ച രീതിയിലുള്ള വളർച്ച കൈവരിച്ചേക്കും. ഇവിടെ GST റേറ്റ് കട്ടിലുണ്ടായ ഇടിവും ടാക്സ് ലാബിൽ വന്നിരിക്കുന്ന മാറ്റവും ഫെസ്റ്റീവ് സീസണിനോടനുബന്ധിച്ച് ഉയർന്ന സെല്ലിങ്ങും തന്നെയാണ് ഓട്ടോമൊബൈൽ സെക്ടറിൽ ട്രിഗറായി പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഓട്ടോ OEM കമ്പനികളെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ആക്സിസ് ഡയറക്റ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഓട്ടോ OEM സെക്ടറിലെ കമ്പനികളുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 26 മുതൽ 28% വളർച്ച ഇയർ ഓൺ ഇയറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. GST കട്ട്
സ്റ്റേബിൾ കോമഡിറ്റി ഇൻഫ്ലേഷൻ, ഫേവറബിൾ റെഗുലേറ്ററി നോംസ് എന്നിവ മൂലമാണ് ഓട്ടോ സെക്ടർ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നത്. ഓട്ടോ സെക്ടറിൽ തന്നെ അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആക്സിസ് സെക്യൂരിറ്റീസ്, മാരുതി സുസുക്കി, ഏഷ്യർ മോട്ടോർ, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മോത്തിലാൽ ഒസ്വാൾ മാരുതി സുസുക്കിയെ ടോപ്പ് പിക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും അപ് ട്രെൻഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 25% വളർച്ച വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് Q3 റിസൾട്ട് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്